കേരളത്തിൽ ജനിച്ചവൻ, ബാംഗ്ലൂരിൽ വളർന്നവൻ, ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും പഠിച്ചവൻ, 10,000 കോടിയുടെ ആസ്തിയുള്ളവൻ, ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ്. വൻകിട കമ്പനികളിൽ ജോലിയെടുത്തവൻ, 2006 കോൺഫിഡന്റ് എന്ന ബിസിനസ് സാമ്രാജ്യം ആരംഭിച്ചവൻ, കടമില്ലാതെ ബിസിനസ് എന്നത് കൈമുതലാക്കിയ കമ്പനിയുടെ തലവൻ. ദുബായിൽ സ്വപ്നസമാന വസതിയുള്ളവൻ, 12 റോൾസ് റോയ്സ്, ബുഗാട്ടി, ഹമ്മർ, കാഡിലാക്, ലംബോർഗിനി, ഫെറാറി, റേഞ്ച് റോവർ തുടങ്ങി ലോകോത്തര ആഡംബര വാഹനങ്ങൾ സ്വന്തം ഗ്യാരേജിൽ എത്തിച്ചവൻ, 36-ാം വയസ്സിൽ കടമില്ലാതെ വിമാനം സ്വന്തമായി വാങ്ങിയവൻ, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാനം, വിനോദം, വിദ്യാഭ്യാസം, ഗോൾഫ്, റീറ്റെയിൽ തുടങ്ങി നിരവധി മേഖലകളിൽ സാന്നിധ്യമറിയിച്ചവൻ, TV ഷോകളുടെ സ്പോൺസർ, സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവേഴ്സ്, സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ ഹോണററി കോൺസുൽ എന്ന പദവി, കോടികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചവൻ, ചിരിച്ചുകൊണ്ട് സംസാരിച്ചവൻ, ഒടുവിൽ ഒറ്റ നിമിഷം കൊണ്ട് എന്തിനായിരുന്നു എല്ലാം എന്ന ചോദ്യം അവശേഷിപ്പിച്ചവൻ. ഇപ്പൊ പറഞ്ഞ പോലെയാണ് CJ റോയി എന്ന വ്യക്തിയെ നമുക്കറിയാവുന്നത്. പക്ഷേ മരണശേഷം ഒത്തിരി കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു നമ്പൂരി ഉണ്ട്, നമ്പൂരിയുടെ ഭാര്യ ലതാ നമ്പൂരി. ആ നമ്പൂരിയെ 300 ഏക്കർ ബാംഗ്ലൂർ അദ്ദേഹം മേടിച്ച സ്ഥലമാണ്. എഗ്രിമെന്റ് റോയി അദ്ദേഹം സെയിൽസിലായിരുന്നു. അപ്പം ഫിനാൻസിന്റെ കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലതയായിരുന്നു. പക്ഷെ അപ്പോഴത്തേന് 5 പൈസ പോലും മുതൽ മുടക്കില്ലാതെ ഇവരുടെ പാർട്ണറായിട്ട് റോയിയെ കൂട്ടി റോയി എന്നിട്ട് ബാംഗ്ലൂർ മേടിച്ചെന്ന് പറയുന്ന 300 ഏക്കർ പുള്ളിയുടെ പേരിൽ എഗ്രിമെന്റ് എഴുതി അത് പുള്ളിക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചു. അവിടുന്ന് അങ്ങനെ നമ്പൂരിയെ ചതിച്ചു. നമ്പൂരി എന്നിട്ട് പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമ നമ്പൂരി KK നമ്പൂരിയെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ജയിലിലായി, കേസായി, തിരിച്ചു വന്നു, ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്ന നമ്പൂരിയുടെ ഭാര്യ ലതാ നമ്പൂരിയെ ഇദ്ദേഹം ആദ്യ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ അവരെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് രണ്ടാമത് കിട്ടുന്നു. അതിൽ 2 മക്കളുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ പറയുന്ന ഒന്ന് ആദ്യം കേൾക്കാം. അതൊന്നും അല്ല സത്യം എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ പറയാം. ഇപ്പൊ ക്രിസ്റ്റൽ കൊച്ചിയിലാണ്. അന്ന് ബംഗളൂരുവില് ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല. ലതയാണ് ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എക്സിക്യൂഷന്റെ ഒരു ഒഴിവ് വന്നപ്പോൾ പ്രോജക്റ്റ് മാനേജറുടെ അതിൽ റോയിക്ക് കണ്ണു വന്നു. അപ്പോൾ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു. മാത്രമല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ. അപ്പോൾ 2003 ക്രിസ്റ്റൽ 100 കോടി രൂപയുടെ ക്ലബിൽ കയറി. റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത്. 100 കോടി ക്ലബിൽ കയറി. കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ്. രഥയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ. അപ്പോൾ റോയി പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി. പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. 2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ല ഒക്കെ ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ പോലീസ് കമ്മീഷണർ കുറേ വിവരങ്ങൾ കൊടുത്തു. റോയിയെ പിരിച്ചുവിട്ടു. റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക. അതിൻ്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. റോയിയെ പിരിച്ചുവിട്ടു. പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട്. ഇതൊക്കെ റോയിയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക്, നമുക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ. പാർട്ട്ണറുമാണ്. ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ്, സ്വന്തം പേരിൽ. അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് 6000 രൂപ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി. പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകൾ, അതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പണിതത്, അതൊക്കെ എനിക്ക് വേണം, കുറെ പണവും വേണം, ഞാൻ പിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും നിന്നില്ല, ചെയ്തു. അതൊക്കെ ചെയ്തു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി. പ്രതിസന്ധിയിലാവുന്നു, കടക്കണിയിലൊക്കെ ആകുന്നു. അങ്ങനെ 2005, 2006 പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് റോയി. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം. അല്ലേ, ഇതാണ് മൂലധനം എന്നുള്ളത്.
ഇവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇത്രയും പ്രായമുള്ള വ്യക്തികളോടെയാണ് ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ഇതെല്ലാം അടുത്തറിഞ്ഞ് കണ്ട് കേട്ട് പറയുന്ന പോലെയൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കേൾക്കുന്നത്. ചതിച്ചു, ചെട്ടിയെ ദൈവം ചതിക്കും എന്നുള്ള ആ പഴഞ്ചൊല്ലും ഒക്കെ പറഞ്ഞാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. അങ്ങനെ സംഭവിച്ചതാണെന്ന് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടു. 9 പേജുള്ള ഡയറി കുറിപ്പുണ്ട് മരിക്കുന്നതിന് തൊട്ട് മുന്നേ എഴുതി ഉണ്ടാക്കിയത്. അതിൽ ഇനി എത്ര പേർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാണ്ട് പൈസ ഇങ്ങോട്ട് എത്ര പേരിങ്ങോട്ട് തരാനുണ്ട്, അതുപോലെ ബന്ധുക്കളെയും ഭാര്യയും മക്കളെയും വിട്ടു പിരിഞ്ഞു പോകുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. അതിനു മുന്നേ ചേട്ടനെ വിളിക്കാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. അപ്പം ജീവനക്കാരോട് എങ്ങനെ ഇടപെടണം, ഇനി ആരാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് നയിക്കേണ്ടത്, സ്ഥാപനം മുന്നോട്ട് നയിക്കേണ്ടത്, അങ്ങനെ വിശദമായി സകല കാര്യവും പറഞ്ഞിരുന്നു. അല്ലാതെ കമന്റ് ബോക്സിൽ കാണുന്ന പോലെ ആദായനികുതി വകുപ്പ് IT-കാരോ ഇൻകം ടാക്സുകാരോ ഒന്നും വെടിവെച്ച് കൊന്നതല്ല. പുള്ളി നേരത്തെ തന്നെ അതിന് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഇവരൊക്കെ പറയുന്ന ഈ നമ്പൂരി മരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ യൂട്യൂബർ ജിനുവിന് പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു. ആ നമ്പൂരിയായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേൾക്കാം. സാർ, ഇപ്പൊ ഈ ഒരു വിവാദം വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതായത് ഈ ലതാ നമ്പൂരി അവരെ ഞാൻ കണ്ടു, അവരുടെ പ്രസംഗമൊക്കെ കേട്ട് അവരും ഈ റോയി സാർ അവരെ കല്യാണം കഴിക്കാൻ ചെന്നൊക്കെ പറയുന്നത് അത് ചുമ്മാ പറയുന്നതല്ലേ? ഞാനിപ്പോ അവസാനം ലതാ നമ്പൂരി കണ്ടത് ആ മോളുടെ റിസപ്ഷനിൽ വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ. വിവാദം അതായത് ഇപ്പം ഒരുപാട് പേര് ഇതില് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഈ ലതാ നമ്പൂതിരിയെ റോയ് തട്ടിയെടുത്ത് കൊണ്ടുപോയി അത് ഭയങ്കര ഫാമിലി പ്രശ്നം ഉണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോസ് വരുന്നുണ്ട്. അങ്ങനത്തെ എനിക്കറിയില്ല, അങ്ങനത്തെ ഞാൻ ഈ ലതാ നമ്പൂതിരി ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ പറയുന്ന ലതാ നമ്പൂതിരിയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. വളരെയധികം സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും തന്നെ അങ്ങേയറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം. എസ്പെഷ്യലി ശ്രീ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 1813 1896 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ശ്രീ പത്മനാഭദാസൻ എന്നാണല്ലോ അവരെല്ലാവരും തന്നെ അറിയപ്പെടുന്നത്. തൃപ്പടിദാനത്തിൽ കൂടെ പത്മനാഭദാസന്മാരായിത്തീർന്ന നമ്മുടെ രാജാക്കന്മാർ, അവർ കലയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു രാജകുടുംബമാണ്. കിസ്റ്റർ ഗ്രൂപ്പ് നമ്പൂതിരി ആത്മഹത്യ ചെയ്തു, നമ്പൂതിരിയുടെ ഭാര്യ അടിച്ചു മാറ്റി, ഇതൊന്നുമില്ല. അവരുടെ മക്കളുടെ കല്യാണം എല്ലാം അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ പറ്റിയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പുതിയതായിട്ട് CJ റോയിയുടെ മരണത്തിനോടനുബന്ധിച്ച് പഴയ കഥകൾ അറിയാമെന്നുള്ള ധാരണയെ പറയുന്നതാണ്. ഈ റോയി എന്ന് പറയുന്ന ആൾ പറ്റിച്ചും വഞ്ചിച്ചും എല്ലാം ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണ് എന്നുള്ളത്. പക്ഷേ അത് അത്ര പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇവരൊക്കെ പൊടുപ്പും തൊങ്ങലും വെച്ച് യൂട്യൂബേഴ്സ് ഇങ്ങനെ വ്യൂസിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഒന്നും CJ റോയി മരിക്കുന്നതിന് മുന്നേ ഒന്നും ഒരു കഥകളും അങ്ങേര് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ് അങ്ങേരുടെ വളർച്ചയെന്ന് പറയാം. ഏഷ്യാനെറ്റ് അങ്ങേരുടെ വളർച്ചയിലൊരു വലിയ ഇതുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിൽ 5 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഏഷ്യാനെറ്റ് അങ്ങോട്ട് ചോദിച്ചപ്പോൾ വേണ്ട 40 ലക്ഷത്തിന്റെ ഞാൻ തരാമെന്നും പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പറഞ്ഞു CJ റോയി. അപ്പൊ എന്നെ കളിയാക്കാണെന്ന് ഏഷ്യാനെറ്റുകാർ ചോദിച്ചത്. ആദ്യത്തെ ഐഡിയ സ്റ്റാർ സിംഗർ അന്ന് TRP കുറവുള്ള ഐഡിയ സ്റ്റാർ സിംഗർ ആയിരുന്നു അതിന് മുന്നേ നടന്നത്. അപ്പൊ പുള്ളി ഒരു 25 വട്ടയിലും TV വന്നിട്ട് നിങ്ങൾ പാട്ട് പാടൂ പണം നേടൂ എന്നും പറഞ്ഞ് CJ റോയി പരസ്യം പറഞ്ഞു. അതോടൊപ്പം ഏഷ്യാനെറ്റിന്റെ ആ പ്രോഗ്രാം വളർന്നു. അന്ന് വരെ വിറ്റുപോകാത്ത ഫ്ളാറ്റ് ദുബായിൽ വളർന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഒരു വളർച്ച. തീർച്ചയായിട്ടും ഈ കഥകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് അന്ന് പറക്കണം. പക്ഷെ ഇതിപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴിങ്ങനെ പൊടുപ്പും തൊങ്ങലും വെച്ച് ഓവറായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് പിന്നെ മരിച്ചതിന് അവര് യൂണിഫോം ധരിച്ചു വന്നു. ജനങ്ങളുടെ കമന്റാണ് ഭാര്യയും മക്കളും യൂണിഫോം ധരിച്ചു വന്നു. അതായത് ബ്ലാക്ക് ഇട്ട് വന്നേനെ, മരിച്ച സ്ഥലത്ത് ബ്ലാക്ക് ഇട്ട് പോവാണ്. പിന്നെ കണ്ണാടി വെച്ചു, കൂളിംഗ് ഗ്ലാസ് വെച്ചു. ആ കണ്ണട എടുത്തിട്ട് അവര് വൈഫ് കരയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ അവരുടെ വലത് കണ്ണാണോ ഇടത് കണ്ണാണോ അസുഖം വന്നിട്ടുണ്ട്, കണ്ണിന് ചെങ്കണ്ണ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒക്കെ ആയിട്ട് പുള്ളി കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ ഒന്ന് ഉദ്ദേശിച്ചിട്ട് കാണാം. 2 മണി കഴിഞ്ഞ് ഉറങ്ങും. ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല.
See, for me, life is a celebration. Yes. Every day I enjoy my life. Life in tension, yeah. I've got a very beautiful family, very beautiful life. ദൈവത്തിനോട് നന്ദിയുള്ളൂ. But the reason is that I play every role differently at different times. മുതലാളിയുടെ ഫീലിംഗ് കയറി അവിടെ ഇരുന്നു. എന്റെ ലക്കി നമ്പർ 3 ആണ്. എന്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും ഇത്ര സന്തോഷവാനായ മനുഷ്യൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ മാത്രം ഒരു ഉത്തരവില്ല. അത് അത്രമേൽ ഒരടി, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലെ ആൾക്കാർ അത് ഇതുപോലത്തെ കടുങ്കൈ ചെയ്യുള്ളൂ. അത് മാത്രം നമുക്കറിയാം. ബാക്കി നമ്മുടെയൊക്കെ നോട്ടത്തിൽ നിന്ന് അയ്യോ നമ്മുടെയൊക്കെ വിഷമങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ വലിയതാ, ഇവര് കാശുകാർ ഇത്ര പണക്കാരല്ലേ, അവർക്കൊന്നും യാതൊരു ടെൻഷനും ഇല്ലായിരിക്കും എന്നൊക്കെ വിശ്വസിക്കും നമ്മൾ. ഒന്നുമല്ല, എല്ലാവർക്കും മനുഷ്യനാണോ, എല്ലാവർക്കും അസ്വസ്ഥതയും എല്ലാം ഉണ്ട്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ ഒത്തിരിയും ടെൻഷനും സഹിച്ച് ദുഃഖങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയൊരു സന്തോഷം വീണ് കിട്ടിയാൽ അത് മാത്രമല്ല, ഇപ്പോഴും ടെൻഷനും പരവേശവും ദുഃഖങ്ങളും എല്ലാം തന്നെ എല്ലാവരുടെയും ലൈഫ്. ഇപ്പം അംബാനിയെ വിളിച്ച് ചോദിച്ചാലും കാണും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.